ഈ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ട്രഡീഷണൽ ഐറ്റത്തിൻ്റെയാണ് കേട്ടോ. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കുൽക്കുൽസ് അല്ലെങ്കിൽ കാരക്ക അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നും പിന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കുമെന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്തുള്ള ട്രഡീഷണൽ സ്നാക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൈദമാവ് ഒന്ന് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും, അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ പൊടിച്ച് വെച്ച പഞ്ചസാര ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ഈ ഒരു 1.5 കപ്പ് മൈദയിലേക്ക് ഈ ഒരു മധുരം കൂടുതലായിട്ടുണ്ടാവില്ല, കുറച്ച് മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് മധുരമുള്ള സ്നാക്ക് ആയതുകൊണ്ട് നന്നായിട്ട് മധുരം വേണമെന്നുള്ളവരാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലും പിന്നെ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വിട്ട് കിട്ടാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും 1/4 കപ്പ് നെയ്യും. ഈ നെയ്യിന് പകരം നമുക്ക് ഓയിലും ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ മിക്സ് റെഡിയാക്കി എടുത്തിട്ട് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയിലേക്ക് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനി മിക്സിലേക്ക് 2.5 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഞാനിപ്പോൾ ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൊടിയിലേക്ക് ഈ ഒരു അളവിലുള്ള മിക്സ് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി അതല്ല കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്താലും മതിയാവുകയും ചെയ്യും. പിന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് പാല് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ 3 മുട്ട വരെയൊക്കെ ചേർത്തിട്ടും ഈ മാവ് കുഴച്ചെടുക്കാം. അതേപോലെ തന്നെ മുട്ട ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ 1/4 കപ്പ് വരെയൊക്കെ പാല് ചേർത്തിട്ടും ഈ ഒരു മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഒരു മുട്ടയെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുമ്പോഴായിരിക്കും ഈ സ്നാക്ക് നമുക്ക് നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുക. ഇനി അതല്ല പാലിലാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന മിക്സും പോരാത്തതിന് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മിക്സ് അധികമായി പോവുകയാണെങ്കിൽ ഇതിലേക്ക് കുറേ അല്പം മൈദമാവും കൂടെ ചേർത്തിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുകയും ചെയ്യും. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേക മോൾഡൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് മോൾഡിലൊന്നല്ല ഷേപ്പ് ചെയ്തെടുക്കുന്നത്, നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാവിൽ നിന്ന് ഒരല്പം കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഷേപ്പിലാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫോർക്ക് വെച്ചിട്ടാണ്. ഫോർക്കിലേക്ക് ഒരല്പം ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും ഓരോരോ ബോൾസ് എടുത്തിട്ട് ഫോർക്കിലേക്ക് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഭാഗത്തു നിന്നും ഇതേപോലെ ഉരുട്ടി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ കാരക്ക അപ്പം അല്ലെങ്കിൽ കുൽക്കുൽസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരക്കയുടെ ഒരു ഷേപ്പിലായതുകൊണ്ടായിരിക്കാം ഇതിന് കാരക്ക അപ്പം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരിത് ഷേപ്പാക്കി തരും. കാരണം അത്രയും സിമ്പിളാണ് നമുക്കിത് ഫോർക്ക് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. കാണുന്ന പണിയൊന്നും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കുൽക്കുൽസ് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുൽക്കുൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുൽക്കുൽസ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ ഈ കുൽക്കുൽസിൻ്റെ പുറംഭാഗമൊക്കെ പെട്ടെന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുള്ളൂ, ഉൾഭാഗം എന്ത് കിട്ടുമൊന്നുമില്ല കേട്ടോ.
നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇരുന്നാലും മതി. പിന്നെ നമ്മളിത് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയും വേണം. അപ്പോഴേ നമുക്ക് ഈ കുൽക്കുൽസ് നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഈ ഒരു സമയമെല്ലാം തന്നെ നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരുന്നാലും മതിയാവുകയും ചെയ്യും. ഇപ്പോൾ അത് നമ്മുടെ കുൽക്കുൽസ് ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ കുൽക്കുൽസ് ഫ്രൈ ആക്കി എടുത്ത സമയം തന്നെ കഴിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിന് കുഴപ്പമില്ല, നമ്മളിത് കുറച്ച് സമയം പുറത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേ രൂപത്തിൽ ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കുറച്ച് കൂടുതൽ കാലം വരെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതിയാവുകയും ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് കൂടുതൽ മെനക്കേടൊന്നുമില്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഇതിന് മുമ്പും ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കാത്തവരായിട്ട് ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഈ കുൽക്കുൽസ് അല്പം ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുത്ത കുൽക്കുൽസ് മുഴുവനായിട്ടൊന്നും ഈ ഒരു സമയം പാത്രത്തിലില്ല. കാരണം ഫ്രൈ ആക്കി എടുക്കുന്ന സമയം തന്നെ മക്കളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പൊടിഞ്ഞ് പോയിക്കൊന്നുമല്ല, നന്നായിട്ട് പൊട്ടിയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണുള്ളത്. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ട്രഡീഷണൽ സ്നാക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.